മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷ സമയത്ത് വചനാനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ദേശങ്ങളിലും വന്ന് നിറയുന്നതിനു വേണ്ടി തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് മറിയം മഗ്ദലേന. ജീവിതം ഒരു സുഗന്ധമാക്കി മാറ്റിയവളാണ് മറിയം മഗ്ദലേന എന്ന് പറയുവാനാണ് എനിക്കേറെ ഇഷ്ടം. മേരി മാഗ്ഡലിൻ, ആ പേര് തന്നെ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് യേശുവിൻ്റെ കുരിശിനരികെ നിൽക്കുന്ന മറ്റുള്ളവരുടെ കൂട്ടത്തിലാണ്. മഗ്ദല എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. അതിൽ ഒരർത്ഥം എന്ന് പറയുന്നത് കയ്പുള്ളത്, ഉയരമുള്ള ഗോപുരം, അതുമല്ലെങ്കിൽ മഗ്ദലയിലുണ്ടായിരുന്ന ജനങ്ങളുടെ കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട് മത്സ്യങ്ങൾ ഉണക്കി അതിൻ്റെ വിറ്റുവരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളുമായി നമ്മൾ മേരിയോട് ചേർത്ത് മഗ്ദലേനയെ കാണാവുന്നതാണ്. മഗ്ദലേന എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണെന്ന് കൂടുതൽ വ്യക്തമാക്കേണ്ടതില്ലല്ലോ. മഗ്ദലേനയെ നമ്മൾ ആദ്യം കാണുന്നത്, മേരി മാഗ്ഡലിനെ ആദ്യം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷമനുസരിച്ച് ആ പേര് വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം തിരുവചനത്തിലാണ്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നാമതായി, ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് യേശുവിൻ്റെ സുഗന്ധമായി തീരണമെങ്കിൽ യേശുവിൻ്റെ കുരിശിനരികെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകണം. എന്താണ് യേശുവിൻ്റെ കുരിശിനരികെ നിൽക്കുന്ന അനുഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സൂക്ഷിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ കുരിശിനരികെ നിൽക്കുന്നവരുടെ പേരുകളൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ മേരി മാഗ്ഡലിൻ്റെ പേര് മാത്രമാണ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതും യേശുവിൻ്റെ കുരിശിനരികെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം തന്നെ. യേശുവിൻ്റെ കുരിശിനരികെ നിന്നാണ് അവളുടെ ജീവിതം ആരംഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ സുഗന്ധമായി അവൾ രൂപാന്തരപ്പെട്ടത് യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിൽ നിന്നാണ്.
മറ്റ് ശിഷ്യന്മാരെല്ലാവരും അപ്രത്യക്ഷരായപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ കുരിശിന് കീഴെയുണ്ട്. യേശു ആദ്യം വിളിച്ച ശിഷ്യന്മാർ പത്രോസിനെയോ അന്ത്രയോസിനെയോ ഒന്നും നമ്മളവിടെ കാണുന്നില്ല. മറിച്ച് യേശുവിൻ്റെ കുരിശിനരികെ ഒറ്റയ്ക്ക് നിന്നവളെന്ന് മേരി മാഗ്ദലിനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. അവളുടെ പേര് മാത്രം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എളിയ മനസ്സോടെ നിൽക്കുന്നവളെന്ന് അവളെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. പേരുകളുടെ അവസാനമാണ് മേരി മാഗ്ദലിൻ്റെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത്. കുരിശിനരികെ നിൽക്കുന്ന അനുഭവത്തിൽ നിന്നാണ്, കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിൽ നിന്നാണ് തൻ്റെ സാക്ഷി ജീവിതം മേരി മാഗ്ദലിൻ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ കുരിശിന് കീഴെ നിന്നവർ ചേർത്ത് വെച്ച് ഒരു പുതിയ ഒരു കുടുംബം ഈശോ അവിടെ രൂപം കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു. ഫമിലിയ ദേയ്, ദൈവത്തിൻ്റെ ഒരു കുടുംബം. ആ ദൈവത്തിൻ്റെ കുടുംബത്തിൽ, ഒരു പുതിയ കുടുംബത്തിൽ അംഗമായി തീരുവാനുള്ള കൃപ മേരി മാഗ്ദലിന് കൈവരുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. ആദ്യത്തെ ന്യൂക്ലിയസ് ഫാമിലിയിൽ അംഗമായി തീരുവാനുള്ള വലിയ കൃപയാണ് കുരിശിനരികെ നിന്നുകൊണ്ട്, കുരിശിനെ കീഴെ നിന്നുകൊണ്ട് മേരി മാഗ്ദലിൻ നേടിയെടുത്തത്. കുരിശിന് കീഴെ നിൽക്കുന്നവർക്ക് മാത്രമാണ് പുതിയ കുടുംബത്തിലെ, യേശുവിൻ്റെ കുടുംബത്തിലെ, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമായി തീരാനുള്ള കൃപ ലഭിക്കുക. മേരി മാഗ്ദലിന് ആ കൃപ കുരിശിൻ്റെ കീഴെ നിന്നുകൊണ്ട് ഏറെ സ്വീകരിച്ചവളാണവൾ. പുതിയ കുടുംബത്തിലെ അംഗമായി തീർന്നുകൊണ്ട്, ആരൊക്കെയാണ് ആ പുതിയ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ? യേശുവിൻ്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും അവരോട് കൂടെ ഇതാ മേരി മാഗ്ദലിനും. പ്രിയപ്പെട്ടവരെ, ഏറെ തീവ്രമായ അനുഭവത്തിൽ നിന്നാണ് തൻ്റെ സാക്ഷി ജീവിതം മേരി മാഗ്ദലിൻ യോഹന്നാൻ്റെ സുവിശേഷമനുസരിച്ച് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിനെ അനുഗമിക്കുന്നവരൊക്കെ ഈശോ പേരെടുത്ത് ചൊല്ലി വിളിക്കുന്നവരാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചറിയുന്നുണ്ട്. നല്ല ഇടയൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. ഇവിടെ മേരി മാഗ്ദലിൻ ഒരു അപരിചിതയായി മാറുകയില്ല, മറിച്ച് യേശുവിൻ്റെ കുടുംബത്തിലെ അംഗമായി, യേശുവിൻ്റെ ഏറ്റവും പരിചയക്കാരിയായി മാറുന്ന അനുഭവത്തിലേക്ക് ഈ മകൾ ഉയരുന്നതായി നമ്മൾ കാണുന്നു. അങ്ങനെയൊരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ കുരിശിൻ്റെ കീഴെ നിൽക്കുന്ന ഭാവം അല്ലെങ്കിൽ സാഹചര്യം ഒരു വ്യക്തിക്കുണ്ടാകണം. യേശുവിൻ്റെ കുരിശിൻ്റെ കീഴെ അവിടെ നിന്ന് ജീവിതം ആരംഭിച്ച വ്യക്തിക്ക് എന്താണ് അടുത്ത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമതായി, യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് പൂർണ്ണമായി വളർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി അന്വേഷണം അവസാനിപ്പിക്കാത്തവളായി മാറുന്നു. യോഹന്നാന്റെ സുവിശേഷം
20-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ ഒരു പുതിയ ക്രിയേഷൻ, ഒരു പുതിയ ആരംഭം, ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി മഗ്ദലേന മറിയവും അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവൾ ഒരിക്കലും അവളുടെ അന്വേഷണം അവസാനിപ്പിക്കാത്തവളായിരുന്നു. ഒരിക്കലും യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ജീവിതം അവൾക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം തിരുവചനം, നേരം പുലർന്നു വരുന്നതേയുള്ളൂ, ഇതാ അന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു, പുതിയ വെളിച്ചം ഇതാ ഉദിച്ചുയരുന്നു. പുതിയ വെളിച്ചം ഉദിച്ചുയരുന്നിടത്ത് മഗ്ദലേന മറിയത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇതാ അവൾ അവിടെ ചെന്ന് കല്ലറ തുറന്നിരിക്കുന്നതായും കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായും അവൾ കാണുന്നു. ഇതാ അവൾ തിരിച്ച് ഓടിക്കൊണ്ട് പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും വിവരമറിയിക്കുന്നുണ്ട്. അപ്പോഴും മഗ്ദലേന മറിയത്തിൻ്റെ മനസ്സിൽ ഉയർത്ത ഒരു കർത്താവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അവൾ ശൂന്യമായ കല്ലറ കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവളാണ്. എന്താണ് ശൂന്യമായ കല്ലറ കാണുവാൻ ഭാഗ്യം ലഭിച്ചവൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്ഥിതനായ യേശുവിൻ്റെ ഈശോ ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവായി നമ്മൾ പറയുന്നു, കാണുന്നു. അവിടുത്തെ സംസ്കരിച്ച കല്ലറ യേശു ഉത്ഥാനം ചെയ്ത ഫലമായി അത് ശൂന്യമായി എന്ന്. ഈ ശൂന്യമായ കല്ലറയിലേക്ക് അപ്പസ്തോല പ്രമുഖനായ പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യനും ഓടുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. അപ്പസ്തോല പ്രമുഖനായ പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യനും ശൂന്യമായ കല്ലറയിലേക്ക് ഓടിച്ചെന്ന് അവിടെ വസ്ത്രങ്ങൾ മാറിയിരിക്കുന്നതായും കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും ദർശിക്കുന്നതായി യോഹന്നാൻ്റെ സുവിശേഷം ചേർത്ത് വച്ചിരിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന്, ഒരു പുതിയ ആരംഭത്തിന് സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചവളാണ് മഗ്ദലേന മറിയം. കാരണം അവൾ ഒരിക്കലും അവളുടെ അന്വേഷണം അവസാനിപ്പിക്കാത്തവളായിരുന്നു. അവിടെ അവൾ ചെയ്യുന്ന പത്രോസിനോട് പറയുന്നത് ഇപ്രകാരമാണ്. അവൾ പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ യഹൂദരായിരിക്കാം, യേശുവിനെ കുരിശിൽ തറച്ചു കൊന്ന റോമൻ പടയാളികളായിരിക്കാം. ഞങ്ങളും നിങ്ങളും എന്നുള്ളൊരു വ്യത്യാസം മഗ്ദലേന മറിയത്തിന് വളരെ ബോധ്യമായിരിക്കുന്നു എന്ന് വേണം ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ, യേശുവിനെ അനുഗമിച്ചിരുന്നവർ, അതാണ് ഞങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അവർ അല്ലെങ്കിൽ നിങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതോ യേശുവിനെ എതിര് നിന്നവർ, യേശുവിനെ ക്രൂശിച്ചവർ എന്നതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, അന്വേഷണം അവസാനിപ്പിക്കാത്ത ഒരു വ്യക്തിയായി ഇതാ മഗ്ദലേന മറിയം രൂപാന്തരപ്പെടുന്നതായി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തിരിച്ചറിയുന്നു. ഇതാ അവളുടെ വിശ്വാസവും അതനുസരിച്ച് വളരുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. യേശുവിൻ്റെ കുരിശിനരികെ നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് അന്വേഷണം അവസാനിപ്പിക്കാത്തവളായി ഇതാ അടുത്തൊരു തലത്തിലേക്ക് ഈ വ്യക്തി ഉയരുന്നത് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഉത്തിതനായ കർത്താവിനെ ദർശിക്കാനുള്ള അനുഗ്രഹമാണ് അടുത്തതായി മേരി മാഗ്ദലിൻ കൈവരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ ഈശോ മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണല്ലോ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉത്തിത ദർശനാനുഭവത്തിലേക്ക് മഗ്ദലേന മറിയം മാറ്റപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, യേശുവിനെ അന്വേഷിക്കുന്നതിൽ നിന്ന് അവൾ പിന്മാറിയില്ല എന്നതുകൊണ്ടാണ്. യേശുവിനെ അന്വേഷിക്കുന്നതിൽ നിന്ന് അവൾ പിന്മാറിയില്ല. നിരന്തരമായിട്ടുള്ളൊരു അന്വേഷണം അവൾ നടത്തിയതുകൊണ്ടാണ് ഇതാ ഉത്തിതനായ യേശുവിനെ ദർശിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ കാണുവാൻ പരിശ്രമിക്കുന്നത് നല്ലതാണ്. യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്ന യേശു സ്നേഹിച്ച ശിഷ്യനോ അപ്പസ്തോല പ്രമുഖനായ പത്രോസിനോ യേശുവിൻ്റെ ഉത്തിതനായ യേശുവിനെ കാണുവാനുള്ള ആദ്യ ഭാഗ്യം അവർക്ക് ലഭിക്കുന്നില്ല. മറിച്ച് അത് കരഗതമാകുന്നത് മേരി മാഗ്ദലിനാണ്. എങ്ങനെയാണ് അവൾ അന്വേഷിച്ചത്? എന്താണ് അവളുടെ അന്വേഷണത്തിൻ്റെ പ്രത്യേകത? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ മരണശേഷം വിലപിക്കുന്നതായി, മറ്റുള്ള വ്യക്തികളൊന്നും വിലപിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. പക്ഷേ ഒരേ ഒരാൾ മാത്രം യേശുവിനെക്കുറിച്ച് കണ്ണുനീരണിയുന്നത് നമ്മൾ കാണുന്നു. അത് മഗ്ദലേന മറിയമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്: അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. അവളുടെ കരച്ചിൽ അവൾക്ക് നിർത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ദൂതന്മാർ അവളോട് ചോദിക്കുന്നത്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ഈശോ നമ്മിൽ നിന്ന് നഷ്ടമാകുമ്പോൾ നമ്മൾ വിലപിക്കാറുണ്ടോ? കരയാറുണ്ടോ? ഇതാ തന്നിൽ നിന്ന് നഷ്ടമായി എന്ന് വിചാരിച്ചുകൊണ്ട് മേരി മാഗ്ദലിൻ ഇവിടെ വിലപിക്കുന്നു. കരച്ചിൽ നിർത്തുവാൻ അവൾക്ക് സാധിക്കുന്നില്ല. ഇതാ ദൂതന്മാർ ചോദിക്കുന്നതിന് മറുപടിയായി അവളുടെ വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും അവളുടെ വാക്കുകളിൽ അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അവൾ പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വിലപിക്കുന്നതും കണ്ണുനീർ വാർക്കുന്നതും. ഇത് വലിയൊരു വ്യത്യാസമാണ്. സാധാരണ കാണുന്നതിൽ നിന്ന് എൻ്റേത് എന്ന് വിളിക്കുവാൻ ഒരു വ്യക്തി വളരണമെങ്കിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന്
ഒരു വ്യക്തി ജീവിതം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് സാക്ഷി ജീവിതം ആരംഭിച്ച മേരി മാഗ്ഡലിൻ കർത്താവിനെ കുറിച്ച് പറയുന്നത് എൻ്റെ കർത്താവിനെ അവർ എടുത്തു കൊണ്ടുപോയി എന്നാണ്. അത് വ്യക്തിപരമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും ഇതാ തോട്ടക്കാരനെന്ന് വിചാരിച്ചുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കാണുന്നു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ കരച്ചിൽ നിർത്തുന്നില്ല. ഈശോ അവളോട് ചോദിക്കുന്നു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? വീണ്ടും ഈശോ തന്നെ ചോദിക്കുന്നു. അപ്പോൾ അത് തോട്ടക്കാരനാണെന്നാണ് അവൾ വിചാരിച്ചത്. എന്നിട്ട് ഈശോ അവളെ പേരെടുത്ത് വിളിക്കുന്നു. മറിയം എന്ന് പറഞ്ഞുകൊണ്ട് പേരെടുത്ത് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറിയം എന്ന് പറഞ്ഞുകൊണ്ട് പേരെടുത്ത് വിളിക്കുമ്പോൾ യേശുവിനോട് തന്നെയാണ് അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ഒരു രണ്ടാം തിരിച്ചിൽ അവൾ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു രണ്ടാം തിരിച്ചിൽ ആവശ്യമാണ്. അത് കൂടുതൽ അടുപ്പത്തിൻ്റെയും യേശുവിനെ കൂടുതൽ മനസ്സിലാക്കിയതിൻ്റെയും യേശുവിലേക്ക് ആ വ്യക്തി ആഴപ്പെടുന്നതിൻ്റെയും പ്രത്യേകതയായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നല്ല ഇടയൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നു, ഇടയൻ തൻ്റെ ആടുകളെ തനിക്കുള്ളവയെ പേര് ചൊല്ലി വിളിക്കുന്നു. ഒരു വ്യക്തിയെ പേര് ചൊല്ലി വിളിക്കണമെങ്കിൽ അത്രമാത്രം വ്യക്തിപരമായ അടുപ്പമുണ്ടായിരിക്കണമെന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. ഇതാ വളരെ വ്യക്തമായി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നത് കൊണ്ട് ഇതാ അവളെ പേര് ചൊല്ലിയാണ് കർത്താവ് വിളിക്കുന്നത്, മറിയം. പിന്നീട് അവൾ സംസാരിക്കുന്നത് യേശുവുമായി വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ തലത്തിലേക്ക് കൂടുതൽ ഉയർന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. അവസാനം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് മനസ്സിലാക്കുന്നു, അവളാണ് ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്തോഷവാർത്ത ശിഷ്യന്മാരെ അറിയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മേരി മാഗ്ഡലിനെ കുറിച്ച് അപ്പസ്തലോരും അപ്പസ്തോല എന്നുള്ള വിശേഷണം കൊടുക്കുന്നത്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായി അവൾ രൂപാന്തരപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ അവകാശപ്പെടുന്നുണ്ട്, ഞാനും യേശുവിനെ കണ്ടിട്ടില്ലേ, ഞാനും യേശുവിൻ്റെ ഒരു അപ്പസ്തോലനല്ലേ എന്ന്. ഇതാ പൗലോസ് ലീഹ അങ്ങനെ അവകാശപ്പെടുന്നതിനേക്കാൾ കൂടുതലായി അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായി ഇതാ മേരി മാഗ്ഡലിൻ മാറ്റപ്പെടുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ കീഴെ നിന്ന് അവൾ ജീവിതം ആരംഭിച്ചപ്പോൾ യേശുവിനെക്കുറിച്ച് അന്വേഷണം അവസാനിപ്പിക്കാത്തവളായി അവൾ മാറുന്നു. അതിനേക്കാൾ ഉപരിയായി ഉത്തിതനായ യേശുവിനെ ദർശിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുന്നു. ഇതാ മറ്റുള്ളവർക്ക് ഈശോ ഉത്തിതനായി എന്ന് അറിയിക്കാനുള്ള കൃപയും ഇവൾ ഏറ്റുവാങ്ങുന്നു. നമുക്കും ഈ സമയം പ്രാർത്ഥിക്കാം. മേരി മാഗ്ഡലിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ കീഴെ നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ സാക്ഷി ജീവിതം ആരംഭിക്കാൻ, യേശുവിനെ അന്വേഷണത്തിൽ നിന്ന് ഈശോയെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കാൻ,
ഉത്ഥിതനായ യേശുവിനെ കണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ. ആമേൻ.